الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സമയങ്ങൾ, നമ്മുടെ മാസങ്ങൾ, വർഷങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെല്ലാം ഒരു പുതിയ കലണ്ടർ, നമ്മൾ പഴയത് മാറ്റി പുതിയ കലണ്ടർ സ്ഥാപിക്കുമ്പോൾ അവിടെ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ട ഒട്ടേറെ പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷം കുറയുന്നു, മരണത്തിലേക്കുള്ള ഒരു വർഷം നമ്മൾ അടുക്കുകയാണ് എന്ന ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ഓരോ ദിവസവും സമയവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഖബറിലേക്കുള്ള, മരണത്തിലേക്കുള്ള ദൂരം കുറയുകയാണ് ചെയ്യുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇർതഹലത്തി ദുനിയ മുദ്ബിറ. ദുനിയാവ് നിങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അത് അതിശീഘ്രം, അതിവേഗതയിൽ ദുനിയാവ് നിങ്ങളെയും കൊണ്ട് പോവുകയാണ്. വർത്തഹലിൽ ആഖിറത്തു മുഖ്ബില. അതേപോലെ ആഖിറത്ത് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് അതിവേഗതയിൽ പോകുമ്പോൾ പരലോകം
ഉഖറവിയായ ജീവിതം നിങ്ങളിലേക്ക് അടുത്തു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, അവ രണ്ടിനും മക്കളുണ്ട് എന്ന്. അതായത് ദുനിയാവിന്റെ മക്കൾ, അതേപോലെ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവർ രണ്ടിനും അതിൻ്റെതായ ആളുകളുണ്ട് എന്നാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളായി മാറുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളായി മാറരുത്. ഫഇന്നൽ യൗമ അമലു, എന്നിട്ട് അദ്ദേഹം പറയാണ് ഇന്നാണ് പ്രവർത്തിക്കാനുള്ള നാളുകൾ, ഈ ദുനിയാവിലാണ് പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങളുള്ളത്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. വഗദൻ, നാളെയാണ് എന്ന് പറഞ്ഞാൽ പരലോകം. ഹിസാബുൻ വലാ അമൽ, അവിടെ വിചാരണയുടെ നാളാണ്, അവിടെ പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങളില്ല. ഇത് മഹാനായ അലി ബിൻ അബി ത്വാലിബ് പറയാണ്. അപ്പോൾ ഒരു കലണ്ടർ മാറ്റിവെക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഒന്ന്, നമ്മൾ നമ്മളെപ്പറ്റി, കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള ഒരു കണക്കെടുപ്പ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം നിങ്ങളൊന്ന് വിചാരണ ചെയ്തു നോക്കുക. അതേപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ മീസാനുകളിൽ തൂക്കി കണക്കാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം തൂക്കി കണക്കാക്കുക. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷം നമ്മുടെ നന്മകളുടെ ലിസ്റ്റാണോ തിന്മകളുടെ ലിസ്റ്റാണോ അധികരിച്ചു നിൽക്കുന്നത്? എവിടെയാണ് നമുക്ക് മുന്നേറാൻ പറ്റിയത്? പിറകോട്ട് നോക്കുമ്പോൾ ചെയ്ത തിന്മകളാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ സൽക്കർമ്മങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലുണ്ടോ എന്ന ഒരു കണക്കെടുപ്പിനുള്ള അവസരം കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ചില ചിന്തകൾ നമ്മുടെ മരണത്തെ ഓർക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി മരണത്തെ ഓർക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂലുള്ളാഹി പറയാണ്, അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും കരിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്നാണ്. അങ്ങനെ ധാരാളമായി മരണത്തെ ഓർക്കുന്നവരാണ് അഖിയസ്, ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് അവർ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ആരാണ് പ്രവാചകരെ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? പ്രവാചകൻ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ധാരാളമായി ഓർക്കുകയും വഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണാനന്തര ജീവിതത്തിലേക്ക് അതിനുശേഷമുള്ളതിനു വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്തവൻ. എന്നിട്ട് റസൂൽ പറയാണ്, ഉലൈകൽ അഖിയാസ്, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ്. എന്താണ് ഏറ്റവും വലിയ ബുദ്ധിമാന്റെ അടയാളം? മരണത്തെ ഓർക്കുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള പാതയങ്ങൾ അയാൾ ദുനിയാവിൽ നിന്ന് ഒരുക്കി വെക്കുന്നു. അവനാണ് ഏറ്റവും വലിയ ഇന്റലിജന്റായ, ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മരണത്തെ പറ്റി നമ്മൾ ആലോചിക്കുകയും മരണാനന്തരം അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നു നിൽക്കുമ്പോൾ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുമോ? നമ്മുടെ കൈകളിൽ എന്താണുള്ളത്? വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനു വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കിക്കൊള്ളട്ടെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എല്ലാവരും മരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളോട് അനുവാദം ചോദിക്കാതെ, നമ്മളോട് പെർമിഷൻ ചോദിക്കാതെ നമ്മളിലേക്ക് ആ യാഥാർത്ഥ്യം കടന്നു വരും. അതോടുകൂടെ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക്, നമ്മൾ ഉഖറവിയായ ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നിമിഷം ലോകത്ത് ജനിച്ചു വീണവരെല്ലാം അങ്ങനെ ഒരു നിമിഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും, ആസ്വദിക്കുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും പ്രവേശിക്കേണ്ട കവാടമാണ് മരണം എന്ന കവാടം. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, അബുൽ അത്താഹിയ എന്ന ഒരു കവി, അദ്ദേഹം പാടുകയാണ്, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, മരണം ഒരു വാതിലാണ്, കവാടമാണ്, മുഴുവൻ മനുഷ്യരും അതിൽ പ്രവേശിക്കുന്നതാണ്. ഫലൈത ശഅരി ബഅദൽ ബാബി മദ്ദാറു, വാതിലിനപ്പുറമുള്ള എന്റെ വീട് ഏതായിരിക്കും?
എന്നിട്ട് അദ്ദേഹം വീണ്ടും പാടാണ്, അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ യുർദില്ല. അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മരണാനന്തരം ശാശ്വതമായ വീടായിരിക്കും. വൈൻ ഖസ്സർത ഫന്നാറു, നിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിൽ നിനക്ക് നരകവുമായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എവിടെയായിരുന്നാലും ആ മരണം ഓരോ മനുഷ്യനെയും അത് പിടികൂടുക തന്നെ ചെയ്യും. എത്ര വലിയ ഭദ്രമായ കോട്ടക്കുള്ളിലാണെങ്കിലും. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി വളരെ ശക്തമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങളെ മരണം പിടികൂടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയണം. ഓരോരുത്തരെയും ആ മരണം അഭിമുഖീകരിക്കും. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ പറയുന്ന 7-ാമത്തെ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഖുൽ നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടി അകലുന്നത്, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും നിങ്ങൾ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി അവൻ നിങ്ങളെ പരലോകത്ത് വെച്ച് വിവരങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ആർക്കും ഓടിയൊളിക്കാൻ സാധിക്കാത്ത, എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ആ മരണം ഒരു നാൾ നമ്മളിലേക്ക് വരും. ആ മരണത്തിന്റെ മുമ്പ് നമ്മുടെ കൈകളിൽ എന്താണ്? ഇന്നു രാത്രി മരിച്ചാൽ, ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ റൂഹ് പിരിഞ്ഞാൽ നമ്മുടെ കൈകളിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള വിഭവങ്ങൾ എന്താണ്? മരണസമയം വന്നെത്തിയാൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആത്മാവുകളെ പിടിച്ചുകൊണ്ട് കടന്നുപോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. അവിടെ ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിതൂൻ, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ മലക്കുകൾ പൂർണ്ണമായി അവരെ ഏറ്റെടുക്കുകയാണ്. ഇപ്പൊ മരണസമയത്ത് നിന്ന് ആയുസ് ഒരു നിമിഷം പോലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 120 ദിവസം പൂർത്തിയാകുമ്പോൾ, 4 മാസം പൂർത്തിയാകുമ്പോൾ അവന്റെ അജൽ, അവന്റെ ആയുസ് എത്രയാണ് ദുനിയാവിൽ അവന് ജീവിക്കാനുള്ളത് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ഖദറിൽ കൃത്യമായി അവന്റെ വിധി നിർണയം നടത്തിയിട്ടുണ്ട്. ആ സന്ദർഭം എത്തിയാൽ ഒരു സെക്കൻഡ് മുന്നോട്ട് പിന്നോട്ട് ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, അവിടെ മുണ്ടിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുന്നതല്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്ന ഖബീറാണ് അല്ലാഹു. അപ്പോൾ എപ്പോൾ എവിടെയാണ് നമ്മുടെ മരണം നമുക്കൊരാൾക്കും അറിയില്ല. അള്ളാഹുവിന്റെ 5 അദൃശ്യ കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങൾ എണ്ണുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാം. 5 കാര്യങ്ങൾ എണ്ണിയപ്പോ അവിടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ് ഇൽമുസ്സാഅ, അന്ത്യനാളിനെ പറ്റിയുള്ള അറിവ്. 1 വയുനസ്സിലുൽ ഗൈസ, മഴ വർഷിക്കുന്നതിനെ പറ്റി അവൻ അറിയുന്നു. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ ഉള്ളത് അവൻ അറിയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. നാളെ എന്ത് സംഭവിക്കും നമ്മളിൽ ഒരാൾക്കും അറിയില്ല, ഒരു നഫ്സിനും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, നാളെ എവിടെ ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരണപ്പെടുമെന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം
അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. എവിടെയാണ് മരണപ്പെടുക, എപ്പോഴാണ്, എങ്ങനെ, ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മരണം നല്ല മരണമാവാനും സ്വർഗത്തിനു വേണ്ടിയുള്ള ജീവിതമാവാനും അത് ഓരോരുത്തരും, നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിൽ സാധിക്കുക. അപ്പൊ എന്റെ മരണം എവിടെ, എങ്ങനെയെന്ന് നമുക്കറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു അനുഗ്രഹമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ എപ്പോൾ മരിക്കും, ജനനത്തിനൊരു തീയതിയുണ്ട്, എന്നാൽ മരണത്തിന്റെ തീയതി അറിയിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ പരലോകം മറന്ന് ജീവിക്കുന്നവർക്ക് വലിയ പാഠമാണ് മരണം എന്നുള്ളത്. അതിനാലാണ് പരലോകം ഓർമ്മിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം മരണത്തെയാണ് ഓർമ്മിപ്പിച്ചത്. ഒരു മനുഷ്യനെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല വഴി മരണമാണ്. ഈ ലോകത്തു നിന്ന് നമ്മൾ വിട പറയുന്ന ഒരു നാൾ, സകല സുഖങ്ങളെയും കൊട്ടാരങ്ങളെയും ജീവിച്ചവർ, വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്തവർ എല്ലാം ഉപേക്ഷിച്ച് അവൻ 6 അടി മണ്ണിലേക്ക് അവനെ എടുത്തു വെക്കുന്ന ഒരു നാൾ, പാവപ്പെട്ടവനും അധികാരിയും എല്ലാം ഒരേപോലെ 6 അടി മണ്ണിൽ കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന ചിന്തയാണ് മനുഷ്യനെ നന്നാക്കി തീർക്കുക എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉപദേശം ചോദിച്ചു വന്ന ഒരു സഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. ആ സഹാബിയോട് പ്രവാചകൻ കൊടുത്ത ഉപദേശം എന്താണ്? ഇദാ കുന്ത ഫീ സ്വലാത്തി, നീ നിന്റെ നമസ്കാരത്തിനായി നിന്നാൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നീ വിടവാങ്ങലുകാരന്റെ നമസ്കാരം പോലെ നിർവഹിക്കുക. അതിനൊരു ഖുശൂ കൂടും, അതിനൊരു ആത്മാർത്ഥത കൂടും. നമ്മൾ ജുമാഅക്ക് വേണ്ടി കൈകെട്ടുമ്പോൾ അല്ലെങ്കിൽ അസ്ർ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം. എത്ര സഹോദരങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ എത്ര ആളുകളുണ്ട്. മരണത്തെയും പരലോകത്തെയും ഓർക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ പലപ്പോഴും ഖബർ സിയാറത്ത് പോലും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ആദ്യകാലത്ത് ഇസ്ലാമിൽ ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. കാരണം അവര് ഖബറാളികളോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളികൾക്ക് ഇബാദത്തുകൾ കൊടുക്കുന്ന ആ ഖബറിൽ നിന്ന് അവരെ തൗഹീദിലേക്ക്, യഥാർത്ഥ അഖീദയിലേക്ക് കൊണ്ടുവന്നു പ്രവാചകൻ. അവരെ ഖബർ സിയാറത്ത് തന്നെ വിരോധിച്ചു. എന്നാൽ അവരുടെ അഖീദയും അവരുടെ വിശ്വാസവും ഉറച്ചപ്പോ പിന്നീട് പ്രവാചകൻ അത് അനുവദിച്ചു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക. എന്താണ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം? എന്താണ് പ്രവാചകൻ അന്നവിടെ പറഞ്ഞത്? ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗത, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കുമത്. ഫൈന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെ ഓർമ്മിപ്പിക്കുമത്. നിങ്ങളുടെ ഹൃദയം ലോലമാകാൻ, കണ്ണു നിറയാൻ ആ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഞാനും ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതിനൊക്കെയാണ് ഖബർ സിയാറത്ത്. ഖബറാളികളോട് പ്രാർത്ഥനയില്ല, ഖബറാളികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഖബറാളിയോട്, മൺമറഞ്ഞു പോയവരോട് പ്രാർത്ഥിച്ചാൽ അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ശിർക്കാണ്. അതുകൊണ്ട് തന്നെ മരണചിന്തയും പരലോക ചിന്തയും നന്നായി ഉണ്ടായാൽ നമ്മുടെ കണ്ണു നിറയും. നമുക്കറിയില്ലേ, പ്രവാചകന്റെ സഹാബിമാരും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന സഹാബി, അദ്ദേഹം ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹം കരയുമായിരുന്നു, ഖബർ കാണുമ്പോൾ അദ്ദേഹം കരയും. സഹാബികൾ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ സ്വർഗനരകങ്ങളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. താടിരോമങ്ങൾ നനയുമാറ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയാണ്. സഹാബികൾ ചോദിച്ചപ്പോ അദ്ദേഹം കാരണം പറഞ്ഞത്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഖബർ അതൊരു മനുഷ്യന്റെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ഫൈൻ നജാ മിൻഹു, അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, അവൻ ശേഷമുള്ളത് അവൻ എളുപ്പമായിരിക്കും. എന്നാൽ വൈലം എൻജു മിൻഹു, അതിൽ നിന്ന് ആര് വിജയിച്ചില്ലയോ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അവന് അതിനുശേഷമുള്ളത് അതിനേക്കാൾ കടുപ്പമുള്ളതായിരിക്കും. അപ്പൊ ഇത് ആലോചിച്ചിട്ടാണ് അദ്ദേഹം കരഞ്ഞതെന്നാണ്. മാത്രമല്ല, തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നബി ഇപ്രകാരം കൂടി പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഖബറിനേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബറിനേക്കാൾ ഭയാനകരമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണം എന്നാണെന്നറിയാത്ത നമ്മൾക്ക് അതിനു മുമ്പ് പലതും ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ഉള്ള സമയത്ത്
അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നന്മകൾ സമ്പാദിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇഗ്തനിം ഖംസൻ, 5 കാര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഖബല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി. എന്തൊക്കെയാണ്? അതിലൊന്ന് ഹയാതക ഖബല മൗതിക, നിന്റെ മരണത്തിന്റെ മുമ്പ് ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. വസിഹതിക ഖബല സഖമിക, നിന്റെ ആരോഗ്യം, നിന്റെ രോഗാവസ്ഥക്ക് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. മൂന്നെന്താണ്? വഫറാഗക ഖബല ശുഗ്ലിക, തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക. വശബാബക ഖബല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യൗവനത്തെ, ഈ ചോരത്തിളപ്പുള്ള നിന്റെ ഈ യുവത്വ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബല ഫഖരിക, ദാരിദ്ര്യാവസ്ഥക്ക് മുമ്പ് നീ നിന്റെ ഈ ധന്യതയെ, സാമ്പത്തിക അവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തുക. പ്രവാചകന്റെ വാചകങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം ഈ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ സമയങ്ങളും മാസങ്ങളും വർഷങ്ങളും നമ്മളിൽ നിന്നിങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. അവിടെ അതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മരണത്തിന്റെ മലക്കുകൾ, മലക്കുൽ മൗത്ത്, നമ്മുടെ റൂഹിനെ, ആത്മാവുകളെ പിടിക്കാൻ വരുന്ന സമയത്ത് ചില ആളുകൾ അവിടെ വിലപിക്കുമെന്നാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ചില ആളുകൾ അവിടെ സമയം ചോദിക്കുകയാണ്. മരണത്തിന്റെ സമയത്ത് ചില ആളുകൾ കുറച്ചുകൂടി സമയം ചോദിക്കണം. ആരാണ് ചോദിക്കുന്നത്? സമയം പോകുന്നില്ല, ബോറടിക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ്. മരണസമയത്ത് അവൻ വീണ്ടും സമയത്തെ ചോദിക്കുകയാണ്, കെഞ്ചി ചോദിക്കുകയാണ്. ഖുർആൻ പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അവരിൽ ഒരാൾക്ക് മരണം അവന്റെ അടുക്കലേക്ക് വന്നെത്തുമ്പോൾ ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരുമോ? എന്തിനാണ് സമയം? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിരുന്നതായ സർവ്വ നന്മകളും സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. അപ്പൊ അല്ലാഹ് പറയാണ്, കല്ല, വേണ്ടതില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്ക് മാത്രമാണ്. അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറായിഹിം ബർസഖുൻ, അവരുടെ പിന്നിൽ അവർക്കിനി ഉയർത്തെഴുന്നേൽപ്പിയ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ബർസഖാണ്, ഒരു മറയുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ബർസഖ് എന്ന് പറയുന്നത്. മരണത്തോടുകൂടെ അവൻ ബർസഖിലേക്ക് കടക്കുകയാണ്. ഏതുവരെ? ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ വിളിയാളം ഇസ്രാഫീൽ എന്ന മലക്ക് ആ സൂറിൽ ഊതുന്നതുവരെ അവൻ ബർസഖിലേക്ക് പോവുകയാണ്. അവിടെ അവന്റെ ജീവിതത്തിലെ നന്മ തിന്മകൾ, സൽക്കർമ്മങ്ങളും തിന്മകൾക്കനുസരിച്ച് അവിടെ ഖബർ ജീവിതവും ആ നിലക്കാണ് അവനെ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയത്തെയും സന്ദർഭത്തെയും ജീവിതത്തെയും നന്നായി ഉപയോഗപ്പെടുത്തി സ്വർഗത്തിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക. ആ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ഈ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വന്നത്, നമുക്ക് മരണചിന്ത അധികരിപ്പിക്കുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു വിശ്വാസം ഒരിക്കലും ഒരു പുതു വർഷം പലപ്പോഴും ആളുകൾ ആഘോഷിക്കുന്ന ഒരു സന്ദർഭം, ന്യൂ ഇയർ ആഘോഷങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിൽ കഴിഞ്ഞ വർഷങ്ങളിലായി കൂടുതലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ന്യൂ ഇയർ ആഘോഷം എന്നത് ഒരു മുസ്ലിമിന് ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ ന്യൂ ഇയർ ആഘോഷം എവിടെ നിന്നാണ് ചരിത്രത്തിൽ കടന്നു വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ആ നിലക്ക് മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ ഇത്തരം ആഘോഷങ്ങളെയും ആഭാസങ്ങളെയും അതേപോലെ കടമെടുക്കുന്നവരായി പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ മാറിപ്പോകുന്നു എന്നത് ഏറെ സങ്കടകരമാണ്. അതുകൊണ്ട് തന്നെ കൂടികളാകേണ്ടവരല്ല, യഥാർത്ഥ വിശ്വാസവും ഈമാനും സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ആകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിലാണ് താക്കീത് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനായി.
അവരിൽപ്പെട്ടവനായി, അവരോട് സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനായി എന്നാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ആഘോഷങ്ങൾ സംഗീതത്തിന്റെയും പാട്ടും കൂത്തുമായി പുതുവർഷം പുലരിയെ ആഘോഷിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകരുത്, നമ്മുടെ കുടുംബം ഉണ്ടാകരുത്, നമ്മുടെ മക്കൾ ഉണ്ടാകരുത്. അതിന് ആഭാസങ്ങൾക്ക് സാക്ഷികളാവുകയാണ് പലപ്പോഴും മുസ്ലിം ചെറുപ്പക്കാർ. അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ആത്മവിചിന്തനങ്ങൾക്കാണ് നമ്മൾ തയ്യാറാകേണ്ടത്, സ്വയം വിമർശനങ്ങൾക്കാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അങ്ങനെ സ്വയം നമ്മളെപ്പറ്റി, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പറ്റിയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നാലാള് കൂടുമ്പോൾ നമ്മുടെ ഇടയിൽ മറ്റുള്ളവൻ എങ്ങനെ എന്നതാണ്. എന്നാൽ നമ്മളെപ്പറ്റി നമ്മുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ, നമ്മളെപ്പറ്റി ഒരു അവലോകനം നമ്മളൊന്ന് ചെയ്തു നോക്കുക. എന്റെ നന്മകൾ, എന്റെ തിന്മകൾ, എന്റെ ജീവിതം, എന്റെ സംസാരം, ഓരോന്നും, എന്റെ പ്രവർത്തനങ്ങൾ, ഇടപാടുകൾ ഇസ്ലാമികമാണോ? നമുക്ക് വിലയിരുത്താമല്ലോ. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഇതര വ്യക്തികളുമായുള്ള ഇടപാടുകൾ, അത് ഇസ്ലാമികമാണോ? അതിൽ എനിക്ക് ചില വീഴ്ചകൾ ഉണ്ടോ എന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത്. മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം തൃപ്തികരമാണോ? അള്ളാഹുവിന്റെ ബന്ധം മാതാപിതാക്കളുടെ തൃപ്തിയിലും കോപത്തിലുമാണ്. അള്ളാഹുവിന്റെ കോപവും തൃപ്തിയും നിലകൊള്ളുന്നതെന്ന പ്രവാചകന്റെ ഹദീസ്. മക്കൾക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ കൊടുക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ചിന്തകളിലേക്ക് ഇത്തരം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടത്. കേവലം ഭക്ഷണവും വസ്ത്രവും ഭൗതിക വിഭവങ്ങളും കൊടുക്കുക എന്നതിനപ്പുറത്ത് നമുക്ക് മക്കൾ കുതറിമാറുന്ന, അവരുടെ ലഹരി വർദ്ധിക്കുന്ന, ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്ന, മൂലച്യുതികൾ തുടരുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസവും ആത്മീയമായ അറിവുകൾ അവർക്ക് കൊടുക്കാൻ നമ്മൾ അത്തരം പരിഹാര വഴികൾ നമ്മൾ കണ്ടെത്താറുണ്ടോ? അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ഇസ്ലാം പറഞ്ഞതുപോലെ വസ്ത്രങ്ങളാണ്. സ്ത്രീ ആഗ്രഹിക്കുന്നത് പരിഗണനയും സാന്ത്വനവുമാണെങ്കിൽ പുരുഷൻ അംഗീകാരവും അനുസരണവുമാണ് അവന്റെ മനസ്സാഗ്രഹിക്കുന്നത്. പലപ്പോഴും പെരുമാറ്റങ്ങൾ രൂക്ഷമായി പോവുകയാണ്. ഇവിടെ പ്രവാചകന്റെ മാതൃകകൾ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ നിരവധി തവണ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ? വീട്ടുകാര്യങ്ങളിൽ പ്രവാചകൻ മാവ് കുഴക്കാൻ ഭാര്യയെ സഹായിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടുമ്പോൾ അവിടെ മൗനവും ക്ഷമയും പ്രവാചകൻ അവലംബിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് പാത്രം തട്ടിത്തെറിപ്പിച്ച സംഭവം നമുക്കറിയാം. ഇവിടെയെല്ലാം പ്രവാചകന്റെ മാതൃക വീടകങ്ങളിൽ, കുടുംബങ്ങളിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ, ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന സ്വഭാവമാണ് പലർക്കും ഉള്ളത്. നമുക്കെന്നാൽ പരസ്പരം മിണ്ടാത്തവർ മരിച്ചാൽ പോലും കാണരുതെന്ന് വാശി പിടിക്കുന്ന ആളുകൾ. ഇവിടെ അത്തരം എല്ലാ വിഷയങ്ങളും അവിടെ തിരുത്തുകയും കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുകയും കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന പ്രവാചകന്റെ അതിശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളലുകളുണ്ടോ? നമ്മൾ അകൽച്ചകളുണ്ടോ? മിണ്ടാത്തവരുണ്ടോ? ഇതൊക്കെ നമ്മൾ സ്വയം വിമർശനത്തിന് തയ്യാറാവേണ്ടതാണ്. അതേപോലെ നമ്മുടെ അയൽപ്പക്ക ബന്ധം, അനന്തരാവകാശത്തിന് പോലും അവകാശമുണ്ടോ എന്ന് പ്രവാചകൻ വിചാരിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം അതുമായി ബന്ധപ്പെട്ട വഹീകൾ നിരന്തരം ഉപദേശിച്ചപ്പോ പ്രവാചകൻ അത്ര പോലും ചിന്തിച്ചുപോയി എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം എല്ലാ ബന്ധങ്ങളിലും, എല്ലാ ഇടപാടുകളിലും, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ ഖുർആൻ പഠനങ്ങൾ, ഖുർആനിന്റെ പാരായണങ്ങൾ, ഈ നന്മകളുടെ ഒക്കെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എത്രത്തോളം സജീവമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പഠനം, ഖുർആനിന്റെ പാരായണം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, ഒരു ആദത്തായി പ്രിയമുള്ളവരെ കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ അക്ഷരങ്ങളിലൂടെ, പദങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ കടന്നു പോകാൻ, പഠിക്കാൻ, നമുക്ക് അതിലെ വിരൽ വെച്ച് അതിന്റെ പദാനുപദം, അതിന്റെ മലയാളത്തിലുള്ള മീനിങ്ങും അതിന്റെ ഉദ്ദേശങ്ങളും ഒക്കെ തഫ്സീറുകൾ വെച്ച് അതിന്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ മഗ്രിബ് നമസ്കാരത്തിനു ശേഷം ഈ പള്ളിയിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര ആളുകൾ, ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്? ഖുർആൻ പഠന സംരംഭത്തിൽ
168 മണിക്കൂറിൽ ആഴ്ചയിൽ നമുക്ക് കിട്ടുന്നു. അതിലൊരു മണിക്കൂർ നമുക്ക് ആ സമയം മാറ്റിവെക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഇതെല്ലാം നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരുമാണ് നമുക്ക് എവിടെയാണ്, എനിക്കെവിടെയാണ്, നിങ്ങൾക്കെവിടെയാണ്, നമുക്കെവിടെയാണ് പാളിച്ചകളും വീഴ്ചകളും വരുന്നത്, അവിടെ എഡിറ്റ് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ്. കാരണം ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ധാരാളം ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, അമ്പിയാക്കളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു നീ അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.